നന്ദുവിന്റെ ബോക്സിനുള്ളിൽ എൻ്റെ ഒരു പെൻഡ്രൈവ് കണ്ടിട്ട് ഞാൻ അത് ചോദിച്ചു. കൗതുകത്തോടെ സൂക്ഷിച്ചു വെച്ച പെൻഡ്രൈവ് അപ്പയ്ക്ക് കൊടുക്കാൻ നന്ദുവിന് തീരെ ഇഷ്ടമുണ്ടായില്ല. അപ്പേ, അത് അപ്പയുടെ ആണെങ്കിലും അത് അപ്പയുടെ അല്ല അപ്പേ. ഞാൻ മനസ്സിലാവാതെ അവനെ നോക്കി. അപ്പേ, പണ്ട് പണ്ട് നന്ദുവിന് ഒരു പേന ഉണ്ടായിരുന്നേ. ആ പേന കൊണ്ട് നന്ദു ഇതുവരെ ആരും കാണാത്ത റോബോട്ടിനെയും മോൺസ്റ്ററിനെയും വരച്ചു. പാവം പേന വരച്ച് വരച്ച് മടുത്തുപോയി. ഒരു ദിവസം നന്ദു ബോക്സ് തുറന്നു നോക്കിയപ്പോൾ പേന കാണുന്നില്ല അപ്പേ. നന്ദു ബാഗിലും ബുക്കിലും ഒക്കെ നോക്കി, പേന കിട്ടിയില്ല. അവസാനം ബോക്സിലെ പെൻസിലിനോട് ചോദിച്ചപ്പോൾ പെൻസിൽ പറഞ്ഞു പേനയെ കണ്ടില്ലെന്ന്. ഷാർപ്പർ കാണിച്ച് നന്ദു പെൻസിലിനെ പേടിപ്പിച്ചപ്പോൾ പെൻസിൽ മണി പോലെ സത്യം പറഞ്ഞു. പേന വരച്ച് വരച്ച് മടുത്തിട്ട് എവിടെയോ ഡ്രൈവിന് പോയി തിരിച്ചു വന്ന പേന പെൻഡ്രൈവ് ആയതാ അപ്പേ. ആ പെൻഡ്രൈവ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവൻ ഇനി ഒരിക്കലും തിരിച്ചു തരില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ചിന്തിച്ചു. അപ്പനെ വെല്ലുന്ന കള്ളക്കഥകൾ മകനും പറഞ്ഞു തുടങ്ങി. സൂക്ഷിക്കണം. ഹാപ്പി ഡ്രോയിങ്.